ഇല തരല്ലേ, മഴവില്ല നിന്റെ അച്ഛനോട് എനിക്ക് ഇല തരല്ലേ. ഇല മാത്രമേ വരുന്നുള്ളൂ. എടാ ഗത നാടാ മറ്റേ സാധനം നീല വയലറ്റ് കളർ ബ്രിഞ്ചല് ഇലയാ വരുന്നത്. ഇല എങ്കി ഇല എന്തേലും താ. ഇപ്പം നമ്മളാണ് ഇപ്പൊ തൽക്കാലം ലൈവ് ചെയ്യുന്നത്. വരും അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളും കേരള ജനക്കൂട്ടം റാംബോ. ഞങ്ങളെ മാവേലിക്കരയില് അതിഗംഭീരമായി തമ്മി തല്ലല്ലേ അടി കൂടല്ലേ അതിഗംഭീരമായ പരിപാടിയായിരുന്നു നടന്നത്. ഇവരെല്ലാരും വന്നു. ഏകദേശം എനിക്ക് കണ്ണൂർ കിങ്ങിനാണ് ആരാധകർ കൂടുതൽ. മാവേലിക്കര നമ്മൾ കണ്ടിടത്തോളം കണ്ണൂർ കിങ്ങിന്റെ ആരാധകര് വളരെ കൂടുതലായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് മാവേലിക്കര ഉദ്ഘാടനം എന്റെ സിമ്പല് കഞ്ചാവ് ഇത് നമ്മുടെ പരിപാടിനെ കുറിച്ച് എനിക്ക് ഈ സൈൻ ഒന്ന് മാറ്റി തരാവോ? ഈ സൈൻ മാറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സൈൻ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം സൈനാണ്. ഒരു സംഭവമുണ്ട് മാവേലിക്കരെ കുറിച്ച് രണ്ടു വാക്ക്. മാവേലിയെ കുറിച്ച് അല്ല മാവേലിക്കരനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മൾ ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ വരുന്നത്. അപ്പൊ സ്റ്റേജിൽ ആരും കാണപ്പെട്ടെ സ്റ്റേജിൽ എന്നെക്കാളും സ്കോർ ചെയ്ത് വെക്കുക. അത് അല്ല അത് പറയാണ്ടിരിക്കാൻ പറയാം. സാധാരണ എന്റെ പരിപാടിക്ക് പോയാൽ ഞാനാണ് സ്റ്റാർ ആയാലും ഇന്ന് സ്റ്റാർ ആയത് വിക്കുക. കാരണം വിക്കിയുടെ സ്വന്തം നാട് പൊളിച്ചടിക്കാൻ ഫുള്ള് ആൾക്കാർ മൊത്തം എനർജി. ഒരു പാട്ട് അതിന്റെ അടുക്ക് ചെമ്പാവും പാടത്ത് ചാത്തനും നീലിയും തമ്പ്രാൻ പടികച്ചെന്നേരോ. എടാ സൈന് മാറ്റടാ. ഇതെന്താ പാവം ചെക്കന്. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആരാണ്? വിക്കിന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഓ ഷിറ്റ്, അത് ഞാൻ മറന്നുപോയി. എന്റെ ഡാഡി വന്നിട്ടുണ്ടായിരുന്നു. അല്ല അതല്ല വലിയ കോമഡി അതല്ല. അതായത് നമ്മളിവിടെ നമ്മളെ റൂമിന്റെ പുറത്ത് നമ്മള് വണ്ടി ഇട്ടുണ്ടായിരുന്നു. അപ്പൊ കൊറേ പിള്ളേർ വന്നിട്ട് തൊപ്പിയുടെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു വയസ്സായ ഒരാളാണ് സെക്യൂരിറ്റി. അപ്പൊ സെക്യൂരിറ്റി ചേട്ടനോട് ഏതോ ചെക്കൻ പോയിട്ട് എന്താ ചോദിച്ചേ, തൊപ്പി ആദ്യം വണ്ടി കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചു തൊപ്പി എവിടെയും ചോദിച്ചു. കുറച്ച് താഴെ തൊപ്പി എവിടെ? തൊപ്പിയുടെ പുള്ളി ആകെ പരാശീതനായി പോയി. ഇരുന്നിടത്ത് എണീച്ചിട്ട് അയ്യോ മക്കളെ നമുക്ക് ആ യൂണിഫോമിൽ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല തൊപ്പി എന്നുള്ളത്. വല്ലാത്ത അയാള് സെക്യൂരിറ്റി യൂണിഫോം ഇട്ടിട്ട് ക്യാപ്പ് വെച്ചിട്ടില്ല. അപ്പൊ അയാള് വെച്ച് തൊപ്പി ഓടറാന്നാ ചോദിച്ചത്. അയാള് പാവം പേടിച്ചിട്ട് എണീച്ചിട്ട് അയ്യോ തൊപ്പി പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമുക്ക് യൂണിഫോമില് ഒട്ട. അയാള് രാവിലെ മുതൽ ഇവന്റെ റൂം കയറാനായിട്ട് നോക്കി ഈ കാര്യം പറയാനായിട്ട്. ആണ് ആളെ കിട്ടി അവൈലബിൾ ആയിട്ട്. ഇന്നലെ ആളെ കണ്ടത്. അപ്പൊ എനിവേസ് ഗൈസ് താങ്ക് യു. എന്റെ അച്ഛൻ വന്നായിരുന്നു പരിപാടിക്ക്. നട്ടല് ചവിട്ടി പിടിച്ച് നാട്ടുകാരെല്ലാം കൂടെ അവിടെ ക്യൂ നിന്ന് ഭയങ്കര ആളുണ്ടായിരുന്നു. കൂട്ടത്തിന്റെ ഇടയിൽ ചങ്ങായി നമ്മളറിയുന്നില്ലല്ലോ. ഞാൻ മറ്റേ സ്റ്റേജിൽ കയറി. എനിക്ക് വേറെ ഒന്നും ഞാൻ നോക്കത്തില്ല. ഡാഡിന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ കൊണ്ട് പുള്ളി എന്തായാലും നടുവും തിരുമ്പി വീട്ടിരിപ്പുണ്ട്, കുഴപ്പമില്ല. എനിവേസ് ഞാൻ പറയുന്നത് വെച്ചാല് മാവേലിക്കര ജനങ്ങളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. നമ്മളെ സ്വീകരിച്ചതിന്, നമ്മളെ ആവേശഭരിതരാക്കിയതിന് തീർച്ചയായിട്ടും. അപ്പൊ അതെ, ബിഗ് ഷൗട്ട് ഔട്ട് മാവേലിക്കര പീപ്പിൾ. അപ്പം വിക്കി സോളോ ഇരിക്കാൻ പറയുന്നുണ്ട്. ഇതെന്താ ചെയ്യുക പറയാ, ട്രാവൽ സ്ട്രീമാണ്. നമ്മളെ വീട്ടിലെ പോലെ നമുക്ക് ഫുഡ് അടിയോ ഇതൊന്നും നടക്കൂല. ഇവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പരിമിതികളുണ്ട്. ഇവിടുന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ പറ. IR-ൽ നടക്കൂല. IR-ൽ ഡിവൈസ് ഇല്ലടാ. ഇതെന്തായാലും ഞാൻ എപ്പ IR-ൽ ഇടാൻ പറഞ്ഞാലും ഇതാന്നല്ലേ പറയുന്നത്. ഡിവൈസ് അടക്കണ കംപ്ലൈന്റ് ആണെന്നുള്ളതാ. ജെഫ്രി എപ്സ്റ്റൈൻ ഇഷ്യൂ പോയാട്ടെ. ഇതല്ലേ നമ്മളെന്താ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? അല്ല നമ്മളെ മോദി ഉണ്ടല്ലോ. പൊളിറ്റിക്സ് പറഞ്ഞാൽ അടങ്ങാറാണ് ഞാൻ മിണ്ടാണ്ടെന്നോ. അപ്പം ട്രൂത്ത് ഓർ ഡെയർ അല്ല ഗേളി ഗെയിം പറയുന്നുണ്ട്. അതിലും നല്ലത് എന്നാ പിന്നെ ജെഫ്രി എപ്സ്റ്റൈനെ കുറിച്ച് സംസാരിക്കാം. എന്താ ഈ ജെഫ്രി എപ്സ്റ്റൈന്? ചൈൽഡ് ട്രാഫിക്കർ അങ്ങനെ എന്തോ സംഭവമാണ് ചങ്ങായെന്ന് വെച്ചാൽ. എന്തൊരു ബോറിംഗ് വിഷയം നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. എക്സ്പ്ലോർ മാവേലിക്കര എന്ന് പറഞ്ഞാൽ മാവേലിക്കരയിൽ എന്തുണ്ട് കാണാൻ?
ആലപ്പുഴ ജില്ല. എടാ നീ ചേരുകളെടുക്ക നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിന്ന് ബെഡിലിരിക്കാം. അതാ നല്ലത്. ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഉറങ്ങൽ സ്ലീപ്പിംഗ് എന്നാ പിന്നെ ഉറങ്ങാം. നല്ലത് ഉറങ്ങാം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ചാറ്റന്മാരെ, എടാ ചാറ്റുകളെ നിങ്ങളോടൊരു കാര്യം പറയാം. എപ്പം വന്നിട്ട് നമ്മളിവിടെ കോമാളിത്തരം കളിക്കലും കുരങ്ങൻ കളി കളിക്കലും ഇന്ന് എനിക്ക് ഉറങ്ങണം, മനസ്സിലാ? ഇന്ന് എനിക്ക് ലൈവ് ചെയ്യാൻ വലിയ മൂടില്ല, ഞാൻ ഉറങ്ങാൻ പോയി. ഓക്കെ, അപ്പൊ ഇന്ന് ഉറങ്ങൽ സ്ട്രീം. ഒരു കട്ടിലിൽ എത്ര പേർക്ക് കിടക്കാം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു കട്ടിലിൽ എത്ര പേർക്ക് കിടക്കാം? ശരിക്കും ഇങ്ങനെയല്ല ആയ സ്ട്രീം. ഇങ്ങനെ ആക്കണം. സ്ട്രീമിംഗ് മേഖലയിൽ വിപ്ലവം കൊണ്ടുവരണം നമ്മള്. നമ്മുടെ ഒരു ഹോട്ടൽ റൂമിനകത്താണ് അതിന് ജാസിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ. വിപ്ലവം കൊണ്ടുവരുന്ന കാര്യമല്ല പറയുന്നത്. ജാസി വിപ്ലവം കൊണ്ടുവന്നിട്ടോ നമ്മൾ ഉറങ്ങട്ടെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാത്റൂമെല്ലാം ഉണ്ട്. അപ്പൊ എന്താ പിന്നെ ബാത്റൂമിലൊക്കെ ഓരോരുത്തരിക്കും നീ എന്താ പറയുന്നത്? ഇതെന്താ പിരാന്തായി പോയിനാ? എന്തെങ്കിലും പറയണം. നീ ആധികാരികമായിട്ട് സംസാരിക്കാൻ വന്ന സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞേ, ആൾക്കാർ കേൾക്കട്ടെ. അധികം ഒച്ചപ്പാടും ബഹളം എടുക്കാൻ പറ്റൂല. അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം റൂമിൽ ആൾക്കാർ താമസിക്കുന്നത്. അധികം ഒച്ചപ്പാടില്ലാത്ത കാര്യങ്ങളെല്ലാം. വേറൊരു കോമഡി നടന്ന് മെനുവില് നേരത്തെ വിളിക്കാൻ നേരത്തെ ലാൻഡ് ഫോൺ റൂമിലില്ല. അപ്പൊ അതില് വിളിച്ച് നോക്കുമ്പോ നമ്പർ 100 സാധാ ഫോണിലാണ് വിളിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പോയത്. ലാൻഡ് ഫോൺ ഉണ്ട്, അങ്ങനെ വിളിക്കാൻ പറ്റും. നമ്മള് കോമഡി കൊണ്ട് ഉണ്ടാക്കി പറയുന്നതായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും കയ്യില് കുര്യനെ ഞാൻ ഒരു കാര്യം പറയട്ടെ. കുര്യൻ ഇന്നലെ ഫുള്ള് കോൾ ചെയ്ത് ഇവൻ സ്വിച്ച് ഓഫ്. ലൈവ് കാണുന്നുണ്ടോ കുര്യ? ഇവിടെ ലൊട്ടേന്റെ പന്തിരി ഞാൻ എടുത്തോളാം, മനസ്സിലാ? ഇവനോട് ഞാൻ ഉദ്ഘാടനത്തിന് വരാൻ പറഞ്ഞതാ. എനിക്ക് വരുന്നാന്ന് വെച്ചപ്പോ ആ വരുന്ന ഓക്കെ പറഞ്ഞിട്ട് നമ്മള് വണ്ടിയിൽ സ്ഥലം ആക്കി വെച്ചതാ. എന്നിട്ട് ഇവർ ആ സമയത്ത് നോക്കുമ്പോഴേക്ക് സ്വിച്ച് ഓഫ്. പിന്നെ എടുക്കുന്നില്ല. ഇപ്പൊ എടുത്തിട്ടില്ല, ഇതുവരെ കോൾ എടുത്തിട്ടില്ല. പക്ഷെ ആളുണ്ട്, കാരണം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറീസ് ഒക്കെ വരും. ചോദിച്ചു മാവേലിക്കര ഭാഗത്ത് മന്തി കിട്ടുമോ? ഞാൻ പറഞ്ഞ സീ ഫുഡ് ആയിരിക്കും കൂടുതൽ നോക്കിയടാ ആരെങ്കിലും. എന്നിട്ട് കേരള ജനക്കൂട്ടം വിക്കി ഇതൊക്കെ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. എനിക്ക് എന്റെ നാട്ടുകാരുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി കാണിക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. ഫസ്റ്റ് ടൈം ഇനാഗുറേഷൻ പരിപാടി നമ്മുടെ സ്വന്തം നാട്ടില് നിങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു. എന്താണ് കേരള ജനക്കൂട്ടം? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ശബ്ദമായി മാറുന്നതിനെയാണ് കേരള ജനക്കൂട്ടം എന്ന് നമ്മൾ പറയുന്നത്. ഒരു പ്രസ്ഥാനമാണ് കേരള ജനക്കൂട്ടം. ശബ്ദമായി മാറുന്നതിനെ. അഷ്ഫാഖ്, എന്താണ് ഇപ്പൊ സായിപ്പിനെ നിന്നെ അറിയില്ല എന്ന് പറയുന്നത്? സായിപ്പിനെ എന്നെ അറിയാൻ ഒരു വഴിയില്ല, കാരണം സായിപ്പിനെ അറിയാത്തോണ്ടാന്ന് തോന്നുന്നു. ഫോണിൽ ചാറ്റ് നോക്കാം, നല്ലത്. ഫോണിൽ നോക്കാം. നല്ലത്. സമീർ മുന്നോട്ടിരിക്കും, ഉറങ്ങാൻ പോവാ. എന്താണ് ഈഗിൾ ന്യൂ വീഡിയോ എന്താ? ഈഗിൾ എന്താ പുതിയ വീഡിയോ ഇട്ടെ? നമുക്ക് ഇങ്ങനെ ഒരു സിനിമയൊക്കെ കാണാൻ തോന്നുന്നല്ലേ? സിനിമ നീ ആ കിച്ചണിൽ വിളിച്ച് വല്ല കൊണ്ടുവരാൻ പറഞ്ഞ ഇത് പടി. എല്ലാവർക്കും ഒരു ഫ്രൂട്ട്സ് ആയാലും GTA വീഡിയോ ആണ്. GTA വീഡിയോ വേണ്ട, ലാസ്റ്റ് ആണ്. GTA വീഡിയോ ലാസ്റ്റ് ആണ്. ഇപ്പൊ അടിച്ചോളി. ഇപ്പൊ ഇതെന്താണ്? നിനക്കെല്ലാം വേണ്ടിയിട്ട് ഇല്ലാത്ത സമയം ഞാൻ ഉണ്ടാക്കിയിട്ട് വണ്ടിയിൽ അത്രയും സാധനങ്ങൾ ഞാൻ കെട്ടിപ്പരക്കി സ്ട്രീമിംഗ് സെറ്റാക്കി എടുക്കാൻ എത്ര മണിക്കൂർ എടുക്കും അറിയാം നിനക്കെല്ലാം. എന്നിട്ട് നീ എല്ലാം വന്നിട്ട് ഇടുന്നല്ലേ? പാർട്ട് ടൈം സ്ട്രീമർ എന്നിട്ട് എന്നെ കളിയാക്കി. ഇപ്പൊ ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ വന്നിട്ട് അല്ല ഒരു ഡെഡിക്കേഷൻ, ഒരു സ്ട്രീമറിന്റെ ഡെഡിക്കേഷൻ നിൽക്കുന്നൊരു വിലയില്ലടാ. മാറിയോളാ. ഞാൻ ഉറങ്ങിയത്, ഞാൻ കാര്യം പറയില്ല. ഇനി മേലെ നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് നിർത്തി. ഞാൻ കിക്കിലേക്ക് പോയത്. ഞാൻ യൂട്യൂബിൽ ചെയ്യില്ല, ഞാൻ കിക്കിൽ ചെയ്യാം. ഞാൻ ഉറങ്ങട്ടെ. നോക്കോട്ടെ നടുവിളിക്ക് എന്റെ മോത്ത് ചവിട്ടി നടു വിളിക്കുന്നോടാ. എന്റെ മോത്ത് ചവിട്ടിട്ട്
ഞാൻ അറിയുന്നില്ലല്ലോ Until Isvante Sunakshi Thappa donated 40 രൂപ. Hi bro, Crinjan Nambia channel not എന്തെങ്കിലും അവരാതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഹായ് ബ്രോ, ക്രിഞ്ചൻ നമ്പ്യാർ നോക്ക് ചില്ലി ചാലഞ്ചോ ഇതെല്ലാണോ നീ എല്ലാം പറയുന്നത്? എല്ലാം ഇടുന്ന പോലെ ഞാൻ കാര്യം ഞാൻ ചാറ്റ് ചെയ്ത് നോക്കുന്നില്ല കേട്ടോ. ഒരുമാതിരി കൊറേ മറ്റോടത്തെ പരിപാടി എടുക്കരുത്. നിന്റെ എല്ലാ കൂലി ആറോ ഇടാകാമ കാര്യം കുട്ടി എന്തോ സൗണ്ട് കേട്ട്. ആ പോട്ടെ ഒരു ബെഡ് എന്തോ ആയിട്ടാ വീണ സമയത്ത് റെഡിക്ക് നടക്കില്ല. ഈ കോസ്റ്റ്യൂം ലൈവ് ചെയ്യണട്ടാ. ഇതേപോലത്തെ ഒരു ബെഡ് വെച്ചിട്ട് വീട്ടില് WWE അല്ലേ? കോസ്റ്റ്യൂമില്ലല്ലോ. ഞാൻ പറയുന്നത് എന്താ അറിയോ, സ്ലീപ്പ് സ്ട്രീം ചെയ്യുക. അതാകുമ്പോ ഒന്നും ചെയ്യണ്ട, ഉറങ്ങാം. ഇവന്മാർക്കെല്ലാം വേണ്ടിട്ട് സ്ട്രീം ചെയ്ത് തന്നെ പറഞ്ഞാൽ മതി. എന്ത് പ്രാക്ടീസ്? ആ അപ്പൊ നീ ആര്? ഓക്കെ ഓക്കെ, ഒരാൾക്ക് എൻട്രി. ഓക്കെ മാറ്. കോസ്റ്റ്യൂം ഈ അയലേലും തിക്കി തിക്കി കയറ്റിയാ മതി. ഇതെല്ലാം എടുത്ത് ഇങ്ങനെ ഇട്ടാ മതി. ആ ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂം ഞാൻ ആക്കി തരാം. മാറ് എൻട്രി മ്യൂസിക് ആക്ക്. അപ്പാക്ക് എൻട്രി മ്യൂസിക്. WWE ചെയ്യാനാ?